വളരെ കുറച്ച് സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് അപർണ ഗോപിനാഥ്. ജനമനസ്സിൽ തങ്ങി നിൽക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യേണ്ടതില്ല, കാമ്പുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്താൽ മതി എന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ് അപർണ. എന്നാൽ 2019 മുതൽ ഇതുവരെയും അപർണ സിനിമയിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. സേഫ് എന്ന ചിത്രത്തിന് ശേഷം അപർണയുടെ ഒരു സിനിമ പോലും പുറത്തിറങ്ങിയിട്ടില്ല. സിനിമയിൽ അപർണ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം. സെൽഫികൾ, ചുറ്റുപാട് നിന്നും യാത്രകൾക്കിടയിലും പകർത്തിയ ചിത്രങ്ങൾ എന്നിവയെല്ലാമാണ് അപർണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കിടുന്നത്. അവയിൽ ഭൂരിഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളവയുമാണ്. എന്തുകൊണ്ട് നടി താൻ പകർത്തിയ ചിത്രങ്ങളും തന്റെ തന്നെ സെൽഫികളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിൽ പങ്കുവയ്ക്കുന്നതെന്ന് വ്യക്തമല്ല. ഇപ്പോഴിത് അപർണ പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളും അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനുമാണ് ആരാധകരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത്. തിരിച്ചു വരില്ലെന്ന് കരുതിയിടത്തു നിന്നും മനോധൈര്യം കൊണ്ടും വിധിയായതുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും തിരിച്ചു വന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് അപർണയുടെ ആദ്യത്തെ പോസ്റ്റ്. പുതിയ തുടക്കം, ഓരോ പാളികളായി, പ്രാർത്ഥന എന്നൊക്കെയാണ് ആ പോസ്റ്റിന് താരം നൽകിയ ഹാഷ്ടാഗുകൾ. മറ്റൊന്ന്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി, ദൈവത്തിന് നന്ദി എന്നൊക്കെ ഫോട്ടോയ്ക്ക് കുറിച്ചതായിരുന്നു. വെറുതെ ഇരിക്കുന്നത് ഒരു കലയാണ്, അതിന് പഠിക്കുക എന്നത് പറഞ്ഞാണ് ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്. അപർണയുടെ പുത്തൻ പോസ്റ്റുകൾ കണ്ടതോടെ പലവിധ സംശയങ്ങളായി ആരാധകർക്ക്. അപർണ ഏതോ അപകടകരമായ സാഹചര്യത്തിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ മറ്റോ കരകയറി വന്നിരിക്കുകയാണ്, അതിനാലാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതെന്നാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം വരികൾ കുറിച്ചതെന്ന് അപർണയും വ്യക്തമാക്കിയിട്ടില്ല. അപർണ ഗോപിനാഥിന് എന്തു പറ്റിയെന്നുള്ള ആശങ്കയും ആരാധകർ കമന്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അപർണയുടേത്. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന ഡയലോഗ് എവിടെ കേട്ടാലും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യ ഓർമ്മ വരുന്ന മുഖങ്ങൾ ദുൽഖർ സൽമാന്റെയും അപർണ ഗോപിനാഥിന്റെയുമാകും. ദുൽഖർ സൽമാൻ നായകനായ ABCD എന്ന സിനിമയിലൂടെയായിരുന്നു അപർണയുടെ സിനിമയിലേക്കുള്ള എൻട്രി. ചിത്രത്തിലെ മധുമിത എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപർണയുടെ വസ്ത്രധാരണ രീതിയും ഹെയർ സ്റ്റൈലും എല്ലാം മറ്റു താരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നടി എന്നതിലുപരി നിരവധി നാടകങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അപർണ. അഭിനേത്രി എന്നതിലുപരി ഒരു സമകാലിക നർത്തകി കൂടിയായ അപർണ ഇതുവരെ 13ഓളം മലയാള സിനിമകളിലാണ് അഭിനയിച്ചത്. നായിക കഥാപാത്രമാകണമെന്ന് നിർബന്ധമൊന്നും സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ അപർണയ്ക്കില്ല. ഭാവിയിൽ സിനിമാ നടി അല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നതിലുപരി നല്ല നടിയെന്നും നല്ല വ്യക്തിയെന്നും അറിയപ്പെടാനാണ് താല്പര്യമെന്ന് പല അഭിമുഖങ്ങളിലും അപർണ പറഞ്ഞിട്ടുമുണ്ട്. ABCDക്ക് ശേഷം ബൈസിക്കിൾ തീവ്സ്, മുന്നറിയിപ്പ്, ചാർലി, സ്കൂൾ ബസ്, സഖാവ്, സേഫ് എന്നിവയാണ് അപർണയുടെ പുറത്തിറങ്ങിയ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങൾ. ചെന്നൈയിലെ ഒരു മലയാളി കുടുംബത്തിലാണ് അപർണ ജനിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.